നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരൊറ്റ നിമിഷം കൊണ്ട്, കയ്യിലുള്ള വെറും 3 അമ്പുകൾ കൊണ്ട് ഭാരതയുദ്ധത്തിന് തിരശ്ശീല വീഴ്ത്താൻ കരുത്തുള്ള ഒരു പോരാളിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭീമസേനന്റെ പൗത്രൻ, രാക്ഷസരക്തത്തിന്റെയും നാഗാഗ്നിയുടെയും വീര്യം സിരകളിൽ ആവാഹിച്ചവൻ. പക്ഷേ ആ യുദ്ധഭൂമിയിലേക്ക് അയാൾ എത്തുന്നതിനു മുൻപേ സാക്ഷാൽ കൃഷ്ണൻ തടയിടുന്നു. ഭയം കൊണ്ടല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി. മലയാളികൾ അധികം കേട്ടിട്ടില്ലാത്ത ബർബരീകനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. രാജസ്ഥാനിലെ ക്ഷേത്രങ്ങളിൽ ഖാട്ടു ശ്യാംജി എന്ന പേരിൽ ഇന്നും ആരാധിക്കപ്പെടുന്ന ഈ രൂപം നമ്മുടെ തെക്കൻ പാട്ടുകളിൽ എവിടെയോ മറഞ്ഞുപോയിരിക്കുന്നു. കഥകളുടെ കാലത്തിലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തിരയുന്നത് ആ ബലിദാനത്തിന്റെ കഥയാണ്. എന്തിനായിരുന്നു കൃഷ്ണൻ ബർബരീകന്റെ ശിരസ് ആവശ്യപ്പെട്ടത്? ആ 18 ദിവസത്തെ വിധിനിശ്ചയത്തിന് തൊട്ടുമുൻപ് കുരുക്ഷേത്രത്തിലെ ആ പൊടിപടലം നിറഞ്ഞ സമതലങ്ങളെ ഒന്ന് ഭാവനയിൽ കാണുക. 11 അക്ഷൗഹിണി പടയുമായി കൗരവരും 7 അക്ഷൗഹിണിയുമായി പാണ്ഡവരും മുഖാമുഖം നിൽക്കുന്നു. ഭീഷ്മരുടെ ശപഥങ്ങളും ദ്രോണരുടെ തന്ത്രങ്ങളും കർണന്റെ കൂറുമെല്ലാം ആ വിശ്വലീലയിലെ വെറും കരുക്കൾ മാത്രം. എന്നാൽ ആ യുദ്ധത്തിന്റെ നിഴൽ പറ്റിക്കൊണ്ട് ഒരു നീല കുതിരപ്പുറത്ത് ഒരു ബാലൻ വരികയാണ്. അവന്റെ ആവനാഴിയിൽ വെറും 3 അമ്പുകൾ. അവൻ അഹങ്കാരത്തോടെയല്ല, ആത്മവിശ്വാസത്തോടെ പറയുന്നു, ഉച്ചവയിൽ താഴുന്നതിനു മുൻപ് ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കാം. ഭീഷ്മർ 20 ദിവസം വേണമെന്ന് പറഞ്ഞിടത്ത്, അർജുനൻ 25 ദിവസം വേണമെന്ന് പറഞ്ഞിടത്ത്, ഈ ബാലൻ ചോദിക്കുന്നത് വെറും ഒരു നിമിഷമാണ്. ആരാണവൻ? ഭീമസേനന്റെ പൗത്രൻ, ഘടോൽക്കചന്റെയും മൗർവിയുടെയും പുത്രൻ, ബർബരീകൻ. എന്തുകൊണ്ടാണ് കൃഷ്ണൻ അവനെ തടഞ്ഞത്? ബർബരീകന്റെ കരുത്ത് വെറുമൊരു കായിക ബലമായിരുന്നില്ല, അത് ഭക്തിയിൽ പൊതിഞ്ഞ ഒരു സമസ്യയായിരുന്നു. കഥകളുടെ കാലത്തിലേക്ക് സ്വാഗതം. ദേവന്മാരെപ്പോലും വിസ്മയിപ്പിച്ച ബർബരീകൻ കഥ നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഇതുപോലെയുള്ള കൂടുതൽ കഥകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാക്ഷസന്മാർ അർദ്ധരാത്രിയിലെ മഴയത്തെ നിഴലുകളെപ്പോലെ അലഞ്ഞുതിരിയുന്ന കാമ്യകവനത്തിന്റെ ആഴങ്ങളിൽ വെച്ചാണ് ഭീമസേനൻ ഹിഡംബിയെ വിവിൾക്കുന്നത്. അവരുടെ മകൻ ഘടോൽക്കചൻ. സൈന്യങ്ങളെ ഒന്നാകെ വിഴുങ്ങാൻ പോന്ന മായാജാലം വശമുള്ള ആകാശചാരിയായ ആ രാക്ഷസവീരൻ. ആ ഘടോൽക്കചൻ വിവാഹം കഴിക്കുന്നത് നാഗരാജാവായ വാസൂകിയുടെ പുത്രി മൗർവിയെയാണ്. നമ്മുടെ നാട്ടിലെ സർപ്പക്കാവുകളിൽ നാഗങ്ങൾ നിധി കാക്കുന്നതുപോലെ മൗർവി കാത്തുസൂക്ഷിച്ചത് തന്റെ മകന്റെ രുധിയെയായിരുന്നു. ബർബരീകൻ ജനിച്ചു വീണത് കരഞ്ഞുകൊണ്ടല്ല, മറിച്ച് കർക്കടകത്തിലെ ഇടിമുഴക്കം പോലെ ഗർജിച്ചുകൊണ്ടാണ്. കുട്ടിക്കാലം മുതലേ അവൻ സാധാരണക്കാരനായിരുന്നില്ല. പോരാളിയായ അമ്മയിൽ നിന്ന് അവൻ ഗദയും വാളും നാഗരഹസ്യങ്ങളും അഭ്യസിച്ചു. ഒരു യോഗിവര്യൻ അവന്റെ തപസ്സിന് കൂട്ടിയിരുന്നു. എന്നാൽ ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ മഞ്ഞും കാറ്റും വകവെക്കാതെ നമ്മുടെ ശബരിമല അയ്യപ്പന്മാരെപ്പോലെ അവൻ ചെയ്ത കഠിന തപസ്സാണ് അവന്റെ ഉള്ളിലെ തീപ്പൊരിയെ ജ്വലിപ്പിച്ചത്. ഒടുവിൽ തൃക്കണ്ണു തുറന്ന് ശൂലം കൈയിലേന്തി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. വരം ചോദിച്ചുകൊള്ളൂ. മഹാദേവ, എനിക്ക് 3 അമ്പുകൾ വേണം. ഒരിക്കലും ലക്ഷ്യം തെറ്റാത്തവ, ലോകം കീഴടക്കാൻ പോന്നവ. ശിവനത് നൽകി. പിന്നാലെ അഗ്നിദേവൻ വന്ന് അവന് മാത്രമല്ലാതെ മറ്റാർക്കും കുലയ്ക്കാൻ കഴിയാത്ത ഒരു വില്ലും സമ്മാനിച്ചു. മിത്രങ്ങളെ, ഓർക്കണം, അവ വെറും കളിപ്പാട്ടങ്ങളായിരുന്നില്ല. ആദ്യത്തെ അമ്പ് നശിപ്പിക്കേണ്ടവയെല്ലാം മരങ്ങളായാലും ശത്രുക്കളായാലും മലകളായാലും അടയാളപ്പെടുത്തും. രണ്ടാമത്തെ അമ്പ് നിരപരാധികളെയും പശുക്കളെയും മിത്രങ്ങളെയും മാറ്റി നിർത്തും. മൂന്നാമത്തെ അമ്പ് അത് അടയാളപ്പെടുത്തിയവയെ മാത്രം ചാരമാക്കി ആവനാഴിയിലേക്ക് തിരിച്ചുവരും. ചിന്തിച്ചു നോക്കൂ,
ഒരൊറ്റ വിരൽ ഞൊടിയിൽ ഒരു സംസ്കാരം തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ആയുധം. ആ നീലക്കുതിരപ്പുറത്ത് അവൻ അജയ്യനായി വളർന്നു. പാണ്ഡവന്റെ കരുത്തും രാക്ഷസന്റെ വീര്യവും നാഗന്റെ ബുദ്ധിയും ഒത്തുചേർന്ന ഒരു വന്യമായ തേജസ്. കാട്ടുദൈവങ്ങളും മനുഷ്യരും ഒന്നാകുന്ന നമ്മുടെ നാടൻ പാട്ടുകളിലെ വിസ്മയം പോലെ ബർബരീകൻ ആ ജന്മത്തിന്റെ പൂർണ്ണതയായി മാറി. പക്ഷേ ആ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെപ്പോലെ ജ്ഞാനിയായ അമ്മ മൗർവി മകനിൽ നിന്നൊരു സത്യം വാങ്ങുന്നത്. മകനെ, നീ എപ്പോഴും ദുർബലന്റെ പക്ഷം ചേർന്ന് മാത്രമേ പോരാടാവൂ. നീതിയുടെ പക്ഷം പിടിക്കണം. അവൻ തന്റെ ജീവൻ പണയം വെച്ച് അത് സത്യം ചെയ്തു. എന്നാൽ ആ വാക്കാണ് തന്റെ നാശത്തിന് വഴിമരുന്നിടുന്നതെന്ന് ആ പാവം അറിഞ്ഞില്ല. പശ്ചിമഘട്ടത്തിനു മുകളിൽ കർക്കടക മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതുപോലെ കാലം പാഞ്ഞുപോയി മിത്രങ്ങളെ. കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിന്റെ പെരുമ്പറ മുഴങ്ങുന്ന വാർത്ത കാമ്യകവനത്തിലുമെത്തി. ശംഖനാദങ്ങൾ പ്രതിധ്വനിക്കുന്നു. ധർമ്മം ഒരു വാൾമുനയിലെന്ന പോലെ ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ആകാശചാരിയായ നാരദ മഹർഷി തന്റെ വീണയുമായി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ പുരാണങ്ങളിൽ നാരദൻ വെറുതെ ഇടപെടാറില്ല. അദ്ദേഹം വിഷ്ണുവിന്റെ ദൂതനാണ്. ഒരു കഥകളിയിലെ സൂത്രധാരനെപ്പോലെ വിധിയുടെ ചരടുകൾ വലിക്കുന്നവൻ. ബർബരീകന്റെ അമിതശക്തി പ്രപഞ്ചത്തിന്റെ തുലാഭാരത്തെ തെറ്റിക്കുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ യുവാവിനെ ആ യുദ്ധക്കളത്തിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. കേരളത്തിലെ കായൽപ്പരപ്പിലെ മിന്നാമിന്നികളെപ്പോലെ തിളങ്ങുന്ന കണ്ണുകളുമായി നാരദൻ ചോദിച്ചു, കുഞ്ഞേ, കുരുക്ഷേത്രം നിന്നെ വിളിക്കുന്നു. പാണ്ഡവരും കൗരവരും നേർക്കുനേർ നിൽക്കുന്നു. ധർമ്മം അപകടത്തിലാണ്. ബർബരീകന്റെ ഹൃദയം തുടിച്ചു. ആവനാഴിയിലെ അമ്പുകൾ മൂടിത്തുടങ്ങി. അവൻ തന്റെ നീലക്കുതിരപ്പുറത്ത് കയറി ഗർജിച്ചു, യുദ്ധത്തിലേക്ക്! യാത്രക്കിടയിൽ പൊടിപിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച ഒരു ബ്രാഹ്മണൻ അവന്റെ വഴി തടഞ്ഞു. കയ്യിലൊരു ഭിക്ഷാപാത്രം. പക്ഷേ കണ്ണുകൾക്ക് സമുദ്രത്തിന്റെ ആഴം. ആരാണമീ പോരാളി? ബർബരീകൻ നെഞ്ചു വിരിച്ചു പറഞ്ഞു, ഞാൻ ഭീമസേനന്റെ പൗത്രൻ, ഘടോൽകജന്റെ മകൻ. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കും. ബ്രാഹ്മണൻ പരിഹസിച്ചു. എങ്കിൽ തെളിയിക്കൂ. ആ നിൽക്കുന്ന അരയാൽ മരത്തിലെ ഓരോ ഇലയിലും നിന്റെ അമ്പ് തൊടുമോ? ബർബരീകൻ അമ്പു തൊടുത്തു. ബ്രാഹ്മണ രൂപത്തിലുള്ള കൃഷ്ണൻ തന്ത്രപൂർവം ഒരില പറിച്ചെടുത്ത് തന്റെ കാൽപാദത്തിനടിയിൽ ഒളിപ്പിച്ചു. ഇതാ, അമ്പ് പാഞ്ഞുപോയി എല്ലാ ഇലകളെയും അടയാളപ്പെടുത്തി. എന്നിട്ട് ആ ബ്രാഹ്മണന്റെ പാദത്തിനു ചുറ്റും വട്ടമിട്ടു. സംശയം തീർന്നു. നീ ഏതു പക്ഷത്താണ്? ബ്രാഹ്മണൻ ചോദിച്ചു. അമ്മയ്ക്ക് കൊടുത്ത വാക്കുണ്ട്, ദുർബലന്റെ പക്ഷം ചേരും. ഇപ്പോൾ അത് പാണ്ഡവരാണ്. കൃഷ്ണൻ തന്റെ വേഷം അഴിച്ചുവെച്ചു. കയ്യിൽ മുരളി തെളിഞ്ഞു. ബുദ്ധിശൂന്യനായ പൈതലേ, നീ പാണ്ഡവപക്ഷത്ത് ചേർന്നാൽ അവർ ശക്തരാകും. അപ്പോൾ നിന്റെ വാക്ക് പ്രകാരം നീ കൗരവപക്ഷത്തേക്ക് മാറേണ്ടിവരും. നീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അമ്പെയ്യും. ഒടുവിൽ നീ മാത്രം ബാക്കിയാകും. ബാക്കി എല്ലാവരും മരിക്കും. ബർബരീകൻ വിറച്ചുപോയി. വാക്ക് ലംഘിക്കാൻ വയ്യ. ഇനി ഞാൻ എന്തു ചെയ്യണം മാധവ? കൃഷ്ണന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. എനിക്ക് ഗുരുദക്ഷിണ നൽകൂ. നിന്റെ ശിരസ് എനിക്ക് തരൂ. വാളിന്റെ ആവശ്യമില്ലായിരുന്നു. ബർബരീകൻ പുഞ്ചിരിയോടെ സ്വന്തം ശിരസ്സറുത്ത് കൃഷ്ണന് നൽകി. അവന്റെ അവസാനത്തെ ആഗ്രഹം ഇതായിരുന്നു, എനിക്ക് ഈ മഹാഭാരത യുദ്ധം മുഴുവൻ കാണണം. കൃഷ്ണൻ സമ്മതിച്ചു. ആ ശിരസ് ഒരു കുന്നിൻ മുകളിൽ പ്രതിഷ്ഠിച്ചു. 18 ദിവസങ്ങൾ. കൃഷ്ണന്റെ വരപ്രസാദത്താൽ ജീവൻ തുടിക്കുന്ന ബർബരീകന്റെ ആ കണ്ണുകൾ കുരുക്ഷേത്രത്തിലെ ആ മഹാമാരിയെ മുഴുവൻ കുടിച്ചു തീർത്തു. 10-ാം ദിവസം ഭീഷ്മർ വീണു. 15-ാം ദിവസം ദ്രോണർ. അഭിമന്യുവിന്റെ വീരമൃത്യു. സ്വന്തം പിതാവായ ഘടോൽകജന്റെ ആ മായാജാലം ജ്വലിച്ചു നിന്ന പോരാട്ടം. കർണന്റെ തേർച്ചക്രം
മണ്ണിൽ താഴ്ന്നു പോകുന്നത്. അർജുനന്റെ പൗരുഷം അവൻ കണ്ടു. പക്ഷേ അവൻ മന്ത്രിച്ചു, ഇവരൊന്നുമല്ല. യുദ്ധം അവസാനിച്ചു. പാണ്ഡവർ അഹങ്കാരത്തോടെ നെഞ്ചുവിരിച്ചു. ആരാണിത് ജയിച്ചത്? എന്റെ ഗദയോ അതോ എന്റെ വില്ലോ? കൃഷ്ണൻ പുഞ്ചിരിച്ചു. നമുക്ക് ആ സാക്ഷിയോട് തന്നെ ചോദിക്കാം. കുന്നിൻ മുകളിൽ നിന്ന് ബർബരീകന്റെ ശിരസ് ഗർജിച്ചു. ഞാനവിടെ പോരാളികളെ ആരെയും കണ്ടില്ല. ഞാൻ കണ്ടത് അന്തരീക്ഷത്തിൽ മരണം വിതച്ച് കറങ്ങുന്ന സുദർശന ചക്രത്തെ മാത്രമാണ്. പിന്നെ അധർമ്മത്തിന്റെ രക്തം പാനം ചെയ്യുന്ന മഹാകാളിയായി ദ്രൗപദിയെയും. പാണ്ഡവർ തല കുനിച്ചു. അവരുടെ അഹങ്കാരം ശമിച്ചു. അപ്പോഴാണ് കൃഷ്ണൻ ആ രഹസ്യം വെളിപ്പെടുത്തിയത്. മുൻജന്മത്തിൽ ബർബരീകൻ അഹങ്കാരിയായ ഒരു യക്ഷനായിരുന്നു. ഞാൻ തനിയെ തിന്മയെ ഒടുക്കുമെന്ന അവന്റെ വാക്കിന് ബ്രഹ്മാവ് നൽകിയ ശാപം വിഷ്ണു തന്നെ നിന്നെ ആദ്യം വധിക്കും എന്നതായിരുന്നു. കൃഷ്ണൻ അത് നിറവേറ്റി. ഒപ്പം ഒരു വരവും നൽകി. കലിയുഗത്തിൽ നീ എന്റെ പേരിൽ, ശ്യാം എന്ന പേരിൽ അറിയപ്പെടും. നിന്നെ തൊഴുന്നവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും. ആ കുന്നിൻ മുകളിലെ കാവലിൽ നിന്ന് ബർബരീകന്റെ കഥ ഭാരതമെമ്പാടും കല്ലിലും കവിതയിലും ഇന്നും കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു. മിത്രങ്ങളെ, രാജസ്ഥാനിലെ ഘാട്ടുഗ്രാമത്തിൽ ശ്യാംജി ക്ഷേത്രം ഭക്തിയുടെ തിരയിലക്കത്തിലാണ്. ശബരിമലയിലെ മകരവിളക്ക് കാണാനെത്തുന്ന ഭക്തലക്ഷങ്ങളെപ്പോലെ അവിടെയും ജനലക്ഷങ്ങളെത്തുന്നു. ഐതിഹ്യം പറയുന്നത് അവന്റെ ശിരസ്സടുത്തുള്ള ഒരു കുളത്തിൽ നിന്നാണ് കണ്ടുകിട്ടിയതെന്നാണ്. ഗുരുവായൂരിലെ രുധിരതീർത്ഥം പോലെ ആ പുണ്യജലം സർവ്വപാപങ്ങളും കഴുകിക്കളയുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. തെക്കേ ഇന്ത്യയിൽ ബർബരീകൻ അത്ര പരിചിതനല്ലായിരിക്കാം. പക്ഷേ നമ്മുടെ നാടൻ പാട്ടുകളിലും കഥകളിലും അവന്റെ നിഴലുകൾ എവിടെയോ പതിഞ്ഞുകിടപ്പുണ്ട്. കേരളത്തിലെ തെങ്ങിൻതോപ്പുകൾക്കിടയിൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ചുവെച്ച ഒരു തെയ്യക്കോലമായി അവനെ സങ്കൽപ്പിച്ചു നോക്കൂ. സമുദ്രാതിർത്തിയിൽ നിതാന്ത ജാഗ്രതയോടെ കാവലിരിക്കുന്ന രാമായണത്തിലെ സമ്പാദിയെപ്പോലെ അവന്റെ ആ തീക്ഷ്ണമായ നോട്ടം ഇന്നും പ്രപഞ്ചത്തിന് കാവലുണ്ട്. സ്കന്ദപുരാണത്തിലെ 60 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ ബർബരീകന്റെ കഥയെ കൂടുതൽ ആഴത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഭീമസേനനെപ്പോലും അവൻ തോൽപ്പിച്ചുകളഞ്ഞ ആ വീരകഥകൾ അതിലുണ്ട്. ഭാഗവതത്തിലില്ലാത്ത മഹാഭാരതത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ജനിച്ച ഒരു നാടൻ പാട്ടാണിത്. അവൻ നൽകുന്ന പാഠം ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. കടിഞ്ഞാണില്ലാത്ത ശക്തി, ധർമ്മത്തിനു മുൻപിൽ മുട്ടുകുത്തണം. ഒരു കഥകളി. കലാകാരൻ തന്റെ വന്യമായ ചുവടുകളെ താളത്തിനൊപ്പിച്ച് ക്രമീകരിക്കുന്നതുപോലെ കൃഷ്ണൻ ബർബരീകനെ തടഞ്ഞത് ആ വിശ്വയുദ്ധത്തിന്റെ സമനില തെറ്റാതിരിക്കാനായിരുന്നു. അധികാരം ഭക്തിക്കും നീതിക്കും വഴിമാറേണ്ടതുണ്ട് എന്ന വലിയ സത്യം ആ ശിരസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മിത്രങ്ങളെ, ബർബരീകന്റെ ഈ വിസ്മൃതമായ പുരാവൃത്തം കാലത്തിന്റെ ഇടനാഴികളിലൂടെ നമ്മോട് മന്ത്രിക്കുന്നത് ഒന്നു മാത്രമാണ്. യഥാർത്ഥ വീര്യം വാൾ വീശുന്നതിലല്ല, മറിച്ച് ലോകനന്മയ്ക്കായി ആ വാൾ ഉറയിലിടുന്നതിലാണ്. കൃഷ്ണൻ അവന്റെ സഹായം നിരസിച്ചത് ഭയം കൊണ്ടായിരുന്നില്ല, മറിച്ച് ദീർഘവീക്ഷണം കൊണ്ടായിരുന്നു. ധർമ്മത്തെ ഒരു ഏകാംഗ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ. ഏറ്റവും കരുത്തരായവർ പോലും വിധിക്ക് മുൻപിൽ വഴിമാറിക്കൊടുക്കണമെന്ന് ആ മഹാത്യാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ കുന്നിൻ മുകളിൽ നിന്ന് അവൻ കണ്ടത് യഥാർത്ഥ വിജയികളെയായിരുന്നു. കൃഷ്ണന്റെ ചക്രവും കാളിയുടെ ക്രോധവും. നിങ്ങളുടെ പ്രിയപ്പെട്ട പുരാണങ്ങളിൽ ഇങ്ങനെയുള്ള ഏതൊക്കെ നിഗൂഢ പോരാളികൾ ഒളിഞ്ഞിരിപ്പുണ്ട്? താഴെ കമന്റുകളിൽ പങ്കുവെക്കൂ. അടുത്ത തവണ ലങ്കയുടെ രഹസ്യങ്ങൾ തേടി കണ്ണുനട്ടിരിക്കുന്ന സമ്പാദിയുടെ കാവലിനെക്കുറിച്ചോ അതോ ആകാശത്തെ വിറപ്പിക്കുന്ന ഗരുഡന്റെ പ്രതികാരത്തെക്കുറിച്ചോ നമുക്ക് സംസാരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക. ബർബരീകന്റെ ഓർമ്മയ്ക്കായൊരു തിരി തെളിക്കുക. വീണ്ടും കാണും വരെ നമസ്കാരം.